അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ, മാനവും പുകഴ്ചയും നിനക്കു മാത്രമേ. മാറാത്ത മിത്രമേശു എൻ്റെ ദേവാദി ദേവാനേശു, വീരനാം ദൈവമേശു എൻ്റെ നിത്യപിതാവുമേശു. ഞാൻ പാടിടും, ഞാൻ ഘോഷിക്കും, നിന്നാമം എത്ര ഉന്നതം. ഞാൻ പാടിടും, ഞാൻ ഘോഷിക്കും, നിൻ സ്നേഹം എത്ര മാധുര്യം. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. അവൻ നിന്റെ വേട്ടക്കാരന്റെ കണ്ണിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. നിന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസത്യയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്നെ കണ്ടുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴി നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തിറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സോടെ ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് നിങ്ങളുടെ പാർപ്പ്. ഭൂമിയിൽ ഒരു സോഴ്സിനും തരാൻ കഴിയാത്ത ഒരാത്മസാന്നിധ്യം, ഒരാത്മബലം, ഒരാത്മ ചൈതന്യം നിന്റെ ജീവിതത്തിനകത്തുണ്ട്. അത് അത്യുന്നതന്റെ വാസസ്ഥലമാണ്. അത്യുന്നതനാകുന്ന ദൈവം, ഈ ദൈവ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിനക്ക് ആശ്രയിപ്പാൻ, നിനക്ക് സഹായമായി, നിനക്കൊരു വലിയ ആനന്ദമായി ഈ അത്യുന്നതൻ ജീവിതത്തിലുണ്ട്. മറ്റാരുമില്ലെങ്കിലും, അനുഭവത്തിനകത്തോ ജീവിതത്തിനകത്തോ പറയാൻ നിനക്ക് നല്ലതൊന്നുമില്ലെങ്കിലും, നീ എവിടെയോ ഒരു മോവാബിൽ കിടന്ന ഒരു രൂത്താണെങ്കിലും, എവിടേക്കോ സഹോദരന്മാർ തള്ളിക്കളഞ്ഞ ഒരു മോവാബി സ്ത്രീയാണെങ്കിലും, എവിടേക്കോ ഹസ്ബൻഡ് മരിച്ചു പോയ ഒരു രൂത്താണെങ്കിലും, രൂത്തെ, നീ ചുംബിച്ചത് നവോമിയെയല്ല, നീ ചുംബിച്ചത് നവോമിയുടെ ദൈവത്തെയാണ്. നീ തെരഞ്ഞെടുക്കുന്നവൻ നാശത്തിന്റെ തലമുറയല്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഈ അധ്യായം, എവിടേക്കോ നീ നശിച്ചു പോയെന്ന്, എവിടേക്കോ നിന്റെ ജീവിതം നശിച്ചു പോയെന്ന്, എവിടേക്കോ എനിക്കൊരു പ്രത്യാശയില്ലെന്ന്, എവിടേക്കോ എൻ്റെ ജീവിതം തകർന്നു പോയെന്ന് പറയുന്നവർ ഈ ദൈവ ശബ്ദം ഇന്ന് രാവിലെ കേൾക്കട്ടെ. അതെ, ഈ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ സങ്കീർത്തനം 91 മുതലുള്ള അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്യുന്നതനായി, അതെ, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരെയും ഉച്ചയ്ക്ക് നശിപ്പിക്കാൻ വരുന്ന സംഹാരത്തിൽ നിനക്ക് പേടിപ്പാനില്ല. അത്യുന്നതന്റെ കരമാണ് നിന്റെ ജീവിതത്തിന്റെ ബലം. കോരശിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ കരമായിരിക്കുന്നു.
ആമേൻ. രൂത്ത് ചുംബിച്ചവൻ അത്യുന്നതനാകുന്ന യഹോവയാണ്. അവൻ ബോവസിന്റെ ദൈവമാണ്. അവൻ വയലുകൾ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അധിക കറ്റയുടെ ദൈവമാണ്. അധിക ഫലത്തിന്റെ ദൈവമാണ്. പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പറയുമ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ആരും എനിക്ക് തുണയില്ലെന്ന് പറയുന്ന ചില കുറുപ്രാവുകളോട് ഞാൻ പ്രവചിക്കുന്നു. നിനക്ക് വേണ്ടി ഒരു അത്യുന്നതനാകുന്ന ദൈവമുണ്ട്. നിന്റെ സഹായത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അതെ, ഞാൻ അത് ആത്മാവിൽ തിരിച്ചറിയുന്നു. ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ ഈ ആത്മസാന്നിധ്യം ഇന്ന് കരത്താൽ പരിപാലിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ ചിറകിനകത്ത്, അത്യുന്നതിന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ ചിറകിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ഒരു കോഴി തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ, ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മേൽ മറയ്ക്കുന്നത് പോലെ അത്യുന്നതൻ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ഹൈറ്റ്സിനെ തരാൻ പോവുകയാണ്. നീ ഇതുവരെ പോകാത്ത ഹൈറ്റ്സ്, നിനക്ക് ഇതുവരെ പറന്നു വരാൻ കഴിയാത്ത ഹൈറ്റ്സ്, നീ ഇതുവരെ പറന്നു ചെല്ലാൻ കഴിയാത്ത ഹൈറ്റ്സുകൾ, ഇത് അത്യുന്നതന്റെ ചിറകിനകത്ത് കയറി നിങ്ങൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ചില വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യാശ മങ്ങി, ഭാവി കാര്യങ്ങൾക്കകത്ത് മുന്നോട്ടുള്ള വഴികൾ തടസ്സപ്പെട്ടിരിക്കുന്നതിനുള്ള ആത്മാവ് ഞാൻ പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവി വചനങ്ങളാൽ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗോഡ് ബ്ലസ് യു. ഈ വചനം നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഈ വചനം നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ അത്ഭുതമാകുകയാണ്. ഈ വചനം നിന്നെ ആശ്വസിപ്പിക്കുകയാണ്. അത് ഇത് പാറയെ തകർക്കുന്ന ചുറ്റിക മാത്രമല്ല, ഇതൊരു മൃദുസ്വരമാണ്. ഈ ദൈവ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനകൾക്കായി നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നു. ഏത് പ്രശ്നമായിക്കോട്ടെ, യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. യേശുവിന്റെ കരം നിന്റെ ജീവിതത്തിലുണ്ട്. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.